വീട്ടു ജോലി ചെയ്യാൻ ഒരാൾക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ അത് കിബറിന്റെ അടയാളാത്ത. ഞാനോ ബാത്റൂം കഴുകാനോ? നീ എന്താ പറയുന്നടി ഭാര്യനോട്? അല്ല, എനിക്ക് തീരെ വയ്യ, നാട്ടു തീരെ കഴിയുന്നില്ല. ഒന്നും ആക്കണ്ട, നിങ്ങൾ ആ പമ്പേഴ്സ് ഒന്ന് ആ ബാത്റൂം ഒന്ന് മാറ്റിയാ മതി, ആരല്ലോ ഗസ്റ്റ് വരുന്നു. അതന്നെ പറയുന്നത്. നിബിതങ്ങൾ എടുക്കാത്ത എന്തെങ്കിലും പണിയുണ്ടോ വീട്ടില്? ആയിഷുമ്മ എന്താ പറയണത്? അടുക്കള പണിയിൽ സഹായിക്കും, പാത്രം കഴുകിത്തരും, വീടടിച്ചു വാരിത്തരും, ചെരുപ്പ് ശരിയാക്കും, ബക്കറ്റ് ശരിയാക്കും, എനിക്ക് പാല് കിട്ടാൻ ആട് കറന്നുതരും, ഞാൻ കുടിച്ച ബാക്കി കുടിക്കും, അവിടുന്ന് ഞാൻ തിന്ന മാംസകഷ്ണം എടുത്തിട്ട് ഞാൻ പല്ലു വെച്ച അതേ സ്ഥലത്ത് തന്നെ പല്ലു വെച്ചിട്ട് തിന്നും, ഞാൻ എവിടെങ്കിലും ഇരുന്നാലും എന്നെ ചാരിയിരിക്കും. സൊഫിയ ബീവി പറയണ്ടല്ലോ, ഒരു ദിവസം എനിക്ക് ഒട്ടകത്തിന്റെ മേലെ കയറാൻ കഴിയുന്നില്ല. ഒട്ടകം വലുതാണ്, സൊഫിയ ബീവി കുറച്ച് നീളം കുറഞ്ഞിട്ടുണ്ട്, കയറാൻ പറ്റുന്നില്ല. തങ്ങൾ എന്താ ചെയ്യുന്നവരോ, കാല് നീട്ടിയിട്ട് പറഞ്ഞ് എൻ്റെ കാല് കോണിപ്പടിയാക്കിയിട്ട് അതിൽ ചവിട്ടിയിട്ട് കയറിക്കോളിയിരുന്നു. ആര്? സിദറത്തുൽ മുന്തഹ വരെ പോയിട്ട് വന്ന നേതാവ്, ലോകം മുഴുവൻ കണ്ട നേതാവ്. ഭാര്യക്ക് സ്റ്റെപ്പ് ലാഡറായിട്ട് കാല് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വീട്ടു ജോലി ചെയ്യാൻ ഒരാൾക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഖൽബിന് വലിയ പ്രശ്നമുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. വീട്ടിൽ നമ്മൾ റാങ്ക് നമ്പർ 1 ആയിരിക്കണം. ഉദാഹരണം പറഞ്ഞാല്, ഭാര്യ നമ്മളോട് പറയാണ്, ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് ഇത് നല്ല ഒരാളെ കൊണ്ട് വെള്ളം മുന്തിരിപ്പിച്ചു തരുമോ നിങ്ങള്? എനിക്കെന്തോ വയറിന് ഭയങ്കര ഗ്യാസിൻ്റെ ആണോന്ന് അറിയില്ല. നല്ല ആളെന്ന് പറഞ്ഞാൽ തങ്ങളും ഉസ്താദൊന്നും ആവണമെന്നൊന്നുമില്ല, നല്ലൊരു മനുഷ്യനാ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായ? നിങ്ങൾ അതിന് പറ്റൂല, നിങ്ങൾ എത്ര മണിക്കാ സുബഹിക്ക് എണീക്കലെന്ന് എനിക്കറിയാം. നമുക്കാദ്യം റാങ്ക് കിട്ടേണ്ടത് നാട്ടുകാരടുത്ത് നിന്നല്ല, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, വീട്ടുകാരടുത്ത് നിന്നാണ്. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? 300-ലധികം കിതാബ് എഴുതിയ ലോകപ്രശസ്ത പണ്ഡിതൻ, വല്ലാത്ത മുവഫഖായ നേതാവാണ്. അവിടുത്തെ ബർക്കത്തുണ്ട്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചിരുമാറാവട്ടെ. വല്ലാത്ത നേതാവാണ്, പറഞ്ഞാലും തീരാത്ത അത്രയും മഹത്വങ്ങളുള്ള ആളാണ്. അവരുടെ മഹത്വം മനസ്സിലാക്കാൻ അവര് തന്നെ എഴുതിയ അൽ മിനനുൽ കുബ്ര എന്ന ഗ്രന്ഥം നോക്കിയാൽ മതി. അതൊരു ആത്മകഥ കൂടിയാണ്. കാലാനുസൃതമായ വിവരങ്ങൾ കൈമാറാൻ വേണ്ടി മഹാന്മാര് ആത്മകഥ എഴുതാറുണ്ട്. ഉദാഹരണത്തിന് ഇമാം സഖാവി റഹിമഹുല്ലയുടെ ആത്മകഥയാണ് ഇർഷാദുൽ ഗാവി. ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലയുടെ ആത്മകഥയാണ് സബത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം. ഇമാം സുയൂത്തി റഹിമഹുല്ലയുടെ ആത്മകഥയാണ് അത്തഹദ്ദുസു ബിനിഅമത്തില്ലാ എന്ന കിതാബ്. ലത്വായിഫുൽ മിനൻ എന്ന് പറയുന്നത്, അൽ മിനൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഷാറാനി ഇമാമിന്റെ ആത്മകഥയാണ്. അങ്ങനെ അതത് കാലത്തെ മഹാന്മാർ ആത്മകഥകൾ എഴുതുമ്പോഴെല്ലാം ആ കാലത്തെ മുഅ്മിനീങ്ങൾ വിശ്വാസപൂർവ്വം അതൊക്കെ ഏറ്റെടുക്കാറുണ്ട്, വായിക്കാറുണ്ട്. അതാ നമ്മളും ചെയ്യേണ്ടത്. ആ മഹാൻ ഇത്രയെല്ലാം ഖിദ്മത്തിന് തൗഫീഖ് ഉള്ള ആളാവാനുള്ള കാരണം എന്ത് എന്നായിരിക്കും ആത്മകഥ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നു. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്, ഞാൻ ഒരുപാട് സഞ്ചരിക്കാനുണ്ട് എന്ന തിരിച്ചറിവുണ്ടാവും. അങ്ങനെ ഇമാം ഷാറാനി തങ്ങൾ സ്വന്തം ജീവിതത്തിലെ ഒരു അനുഭവം നമുക്ക് പഠിപ്പിച്ചു തരാം. എന്താ പഠിപ്പിച്ചു തരുന്നറിയോ? മഹാൻ പറയാ, എന്റെ ഭാര്യക്ക് അസുഖമായി, തീരെ വയ്യ, ഒരു നിലക്കും എഴുന്നേൽക്കാനും വയ്യ, കിടത്തപ്പായിൽ തന്നെ, കാഷ്ടിക്കലും മൂത്രയിക്കലും അവിടെ തന്നെ. അപ്പോൾ മഹാൻ പറയാ, ഞാൻ എൻ്റെ ഈ 2 കൈ കൊണ്ടാണ് അത് മുഴുവനും വൃത്തിയാക്കുക. 300 കിതാബ് എഴുതിയ മഹാൻ പറയുന്ന വർത്താനം നോക്കിയേ. പച്ച മനുഷ്യനാണ് മനുഷ്യന്മാരെ. ഈ അടുത്ത് SSFന്റെ
എല്ലാ ഡിവിഷൻ നേതാക്കൾക്കും കൂടി സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ പൊന്നാനിയിൽ വെച്ച്. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ചെറുശോല ഉസ്താദാണ് ക്ലാസ്സിന് നേതൃത്വം നൽകിയത്. ഉസ്താദ് അന്ന് നമുക്ക് തന്നൊരു ഉപദേശമാണ്, ഭാര്യനോട് ഇടക്കിടക്ക് പൊരുത്തം വാങ്ങണം നമ്മൾ. എന്നിട്ട് ഉസ്താദിന്റെ അനുഭവം പറയാ, ഞാൻ പലപ്പോഴും എൻ്റെ ഭാര്യയോട് നീ എല്ലാം എനിക്ക് പൊരുത്തപ്പെട്ടേറണേ, ആഖിറത്തിലെത്തിയിട്ട് നിനക്ക് തരേണ്ട എന്തെങ്കിലും കടപ്പാടിൽ വീഴ്ച വന്നു പോയതിന് നീ ആഖിറത്തിൽ എനിക്ക് എതിരാവില്ല മോളെ എന്ന് പറയുമെന്ന്. പച്ച ജീവിതം. ഷെഹ്റാൻ ഇമാമിനെ കണ്ടങ്ങള്, എന്റെ ഭാര്യ കിടത്തപ്പായിൽ തന്നെ ആയപ്പോൾ അവളുടെ കാഷ്ടവും മൂത്രമൊക്കെ ഞാൻ ഈ കൈ കൊണ്ട് വൃത്തിയാക്കും. 1. 2, കുറേ കാലം എന്റെ ഭാര്യ കിടത്തത്തിൽ തന്നെ ആയപ്പോ എനിക്കൊരു പൂതി, വേറൊരു പെണ്ണിനെ കെട്ടിയാലോ, എനിക്കുണ്ടാവല്ലോ ആഗ്രഹങ്ങൾ. പിന്നെ എനിക്ക് തോന്നി വേണ്ട, കാരണം ഇപ്പൊ എന്റെ ഭാര്യക്ക് ശരീരത്തിനെ അസുഖമുള്ളൂ, ഞാൻ വേറൊന്നിനെ കെട്ടിക്കൊണ്ടുവന്നാൽ ഓളം മനസ്സും തളർന്നു, വേണ്ടല്ലേ, പാവത്തിനെ വേദനിപ്പിക്കണ്ടെന്ന്. 2. 3, പാതിരാത്രിക്ക് എൻ്റെ മോന് മക്കൾ എണീറ്റ് കരയുകയാണെങ്കിൽ ഞാൻ കരുതൽ എന്താ അറിയോ, ആ കരച്ചിൽ കൂടുമ്പോ എൻ്റെ ഭാര്യന്റെ ഉറക്ക് ശല്യാവും, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കുട്ടിനെടുത്ത് അപ്പുറത്തോ ഇപ്പുറത്തൊക്കെ കൊണ്ടുപോയി സുബിഹ് വരെ ആ കുട്ടിനെ ഉറക്കാൻ ഞാൻ ശ്രമിക്കും. എന്താ എൻ്റെ ഉള്ളിലെ ഉദ്ദേശം, എൻ്റെ ഭാര്യ സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. ആലോചിക്കുക നിങ്ങള്. പച്ച ജീവിതം. ഇതാണ് നമ്മളിലൊക്കെ ഉണ്ടാവേണ്ടത്. പല ആൾക്കാരും 56, 66 കൊല്ലം ഒന്നിച്ച് ജീവിച്ചിട്ടും ഉണ്ടാവും, 4, 5 മക്കൾ ഉണ്ടായിട്ടും ഉണ്ടാവും. പക്ഷെ ഭാര്യക്കൊരു മര്യാദക്ക് ഒരഭിപ്രായം പറയാൻ തന്നെ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിക്ക് കയറിയിട്ട് ചോദിക്കുക, ആയിഷു എന്താ കറി? സുർക്ക. നിഅമൽ ഉദ്മു അൽ ഖല്ലു, സുർക്ക ടോപ്പ് കറിയല്ലേ. ആയിഷ ബീവിനെ സമാധാനിപ്പിക്കാനാ പറയണത്. നമ്മളോ എന്താ കറി? മത്തിയോ? എപ്പോഴെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചുകൂടെ? ഇയാൾ 5 കിലോ അയക്കൂറ വാങ്ങിക്കൊടുത്ത ഡയലോഗ് അടിക്കും, ഒന്നും വാങ്ങിക്കൊടുക്കുകയും ചെയ്യില്ല. ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർത്താനം, ആയിഷു ഇന്ന് രാത്രി ഫുൾ ടൈം ഇബാദത്ത് ചെയ്താലോ എന്ന് എനിക്കൊരു ബോധ്യമുണ്ട്, എന്റെ അഭിപ്രായം എന്താണ്? നബി തങ്ങൾക്ക് എന്തിനാ ഇപ്പൊ ആയിഷ ബീവിയോട് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യം, അതും ഇബാദത്ത് ചെയ്യാന്? അതൊക്കെയാണ് ഒരു കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ. ഞാൻ ഇന്ന് രാത്രി ഫുൾ ടൈം ഇബാദത്ത് ചെയ്താലോ എന്ന് ബോധ്യമുണ്ട്, ആയിഷാന്റെ ഒരു അഭിപ്രായം പറയുന്നു. ആ ചെയ്തോ നബി. അപ്പൊ വീടൊക്കെ വരക്കുന്ന സമയത്ത് പ്ലാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടെയാണ് ബാത്റൂം ഉദ്ദേശിക്കുന്നത്, 2500 സ്ക്വയർ ഫീറ്റ്, നിന്റെ ഒരു അഭിപ്രായം എന്തെന്ന് ഭാര്യയോട് ചോദിച്ചാൽ എത്ര സന്തോഷം ഉണ്ടാവും. ഇത് പ്ലാൻ വരക്കുന്നിടത്തോ അത് വിശദീകരിക്കുന്നിടത്തോ നമ്മൾ രണ്ടാളും ഇരിക്കുമ്പോൾ ഭാര്യ ആറ്റം വന്നാൽ എന്താ കാര്യം? വെള്ളം എടുത്തിട്ടോ, വെള്ളം. ഈ ഗുണ്ട സ്റ്റൈലൊക്കെ ഒന്ന് നിർത്തുക. അത് ചിലയാൾ അഭിമാനത്തോടെ പറയുകയും ചെയ്യും. എന്താ പറയല്? സദേ ഞാനൊക്കെ വീട്ടിലേക്ക് കയറിയാൽ പിള്ളറൊന്നും പിന്നെ മിണ്ടൂല, അതൊരു പെരുമ്പാമ്പ് കയറിയാലും അങ്ങനെ തന്നെ എല്ലാവരും മിണ്ടൊന്നും ചെയ്യില്ലല്ലോ, അത് വല്ല കാര്യ? നബി തങ്ങൾ വീട്ടിൽ കയറിയ പിള്ളർ എന്താ സ്വീകരിക്കലെന്നൊന്ന് പഠിച്ചോ. ചിലയാൾ ഇപ്പം പറയും, ഞാൻ വരാന്തയിലൂടെ നടന്നാൽ പിള്ളർ മുട്ട് വറക്കും. മുത്തുനബിനേക്കാൾ വലിയ ആളൊന്നാവാൻ ഒരിക്കലും നോക്കരുത്, ഒരു റിസൾട്ടും ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യന്റെ സ്വഭാവം മോശാവുന്നതിനെ കുറിച്ച് തുഹ്ഫത്തുൽ ഇബാദ് എന്ന ഗ്രന്ഥം പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ സ്വഭാവം മോശമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ അതിലൊരു അടയാളം പറയുന്നുണ്ട്. എന്താ അടയാളം എന്നറിയാം? കുടുംബക്കാരെല്ലാവരും ഒന്നിച്ചിരുന്ന് നന്നായി തമാശകൾ പറഞ്ഞ് രസിച്ച് ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ വീട്ടുകാരൻ, ഗൃഹനാഥൻ, കാർണോർ, അമ്മാവൻ, ഉപ്പാപ്പ കേറി വരുമ്പോ എല്ലാവരും പേടിച്ചിട്ട് പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇയാളുടെ സ്വഭാവം മോശമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ മലർന്നു കിടക്കുക, കുട്ടികൾ ഇങ്ങനെ വയറിന്റെ മേലെ ഇരുന്ന് കളിക്കുക. 40 നബിയുടെ വ്യാഖ്യാനത്തിൽ ഇമാം ജറദാനി കൊണ്ടുവരുന്ന സംഭവം. അപ്പോഴാണ്
ഒരു ഗവർണർ, ഒരു ഉദ്യോഗസ്ഥൻ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വരുന്നത്. അയാൾ ഇത് കണ്ട ഉടനെ ഞെട്ടിപ്പോയി. ഖലീഫന്റെ വയറിന്റെ മേലെ ഇരുന്നിട്ട് കളിക്കാനോ? ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നത്? എന്തുവാടാ ഇത്, ഖലീഫ അല്ലേ? അപ്പൊ ഉമർലാന്റെ കണ്ണ് തുറന്നു. അതെ, എന്താടാ പേടിപ്പിക്കുന്നത്? അല്ല, പിള്ളേർ നിങ്ങളെ ദേഹത്ത് കയറി കളിക്കുക. ഉമർലാനെ അയാൾ വിളിച്ചിട്ട് ഇറങ്ങോട്ടോ, യു ആർ ഡിസ്മിസ്ഡ്, നിന്നെ എന്നെ ഭരണത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. കാരണം പിള്ളേരോട് തന്നെ കരുണയില്ല, എന്നിട്ടല്ലേ നാട്ടുകാരോട് വിട്ടോളിയെന്ന്. പക്ഷെ നമ്മൾ ഉമർലാനുവിനെ പറയലെന്നെ എന്താ? വീരശൂര പരാക്രമീൻ. എന്താ അതിന്റെ അർത്ഥം? ഇതൊക്കെ എന്നെ അറിയില്ല അല്ലെ അതിന്റെ അർത്ഥം എന്താന്ന്? അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയും, നിങ്ങൾ ആണുങ്ങളാകുന്നതൊക്കെ പുറത്ത്, വീട്ടിലെപ്പോഴും കുട്ടിയായാൽ മതി. വീട്ടു ജോലി ചെയ്യാൻ ഒരാൾക്ക് മടി, ഭയങ്കര മടി. ഗസാലിമാ പറയുന്നുണ്ട്, വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരാനുള്ള മടിയും കിബറിന്റെ അടയാളാണ്. ഞാനാ മാർക്കറ്റിൽ പോവാനാ, ആകെ 4 ദിവസത്തെ ലീവിന് അബുദാബിന്ന് വന്നേലേ, പച്ചക്കറി വാങ്ങാൻ ഞാൻ പോവാനാ. മൂപ്പർക്ക് മടി. അക്ഷയയിൽ പോവാനാ, ആധാർ കാർഡിലെ തെറ്റ് തിരുത്താൻ കുറെ സമയം ക്യൂ നിൽക്കേണ്ടി വരും, എന്നൊക്കെ ആവില്ല. അല്ല, നീ ആരാന്ന് സംഭവം മനസ്സിലായിട്ടില്ല. ഇങ്ങനെയൊന്നും ചെയ്യൂല. ചില ആള് വീട്ടു ജോലി ചെയ്യേണ്ടിയില്ല, ആൾക്ക് മടിയാണ്. ഗസാലിമാമ 4-ാമത്തെ ഒരു അടയാളം പറയുന്നുണ്ട്. അതെന്താ? പണക്കാർ ക്ഷണിച്ചാൽ മൂപ്പര് വേഗം പോകും, പാവപ്പെട്ടവർ വിളിച്ചാൽ പോകില്ല. ഗ്രാൻഡ് മൗലീദൊക്കെ ഉണ്ടൊക്കെ പോകും. ചെറിയൊരു മൗലീദ്, ഒരു ഉമ്മാമ വിളിച്ചിട്ട് ഒരു മങ്കോസ് മൗലീദ്, മൂപ്പര് പോകില്ല. പോകില്ല 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 പോകില്ല. വലിയ ഉസ്താദിന്റെ ഒരു മോളെ കല്യാണമാണെങ്കിൽ ഇന്നോവയും ഫോർച്യൂണറും ഒക്കെ ആക്കി റെഡി ആക്കിയിട്ട് പോകും, അടിപൊളിയായിട്ട് പോകും. എന്താ കാരണം? ആ മുതലാളിയുടെ മോളെ കല്യാണം ബഹ്റൈനിൽ ഒന്നിച്ച് ഫ്ലാറ്റിൽ ഉണ്ടായതാണ്, അബുദാബിയിൽ മുസഫയിൽ കൂടെ ഉണ്ടായതാണ്. അതാണ് ആ ബന്ധം. അതേസമയത്ത് 4 വീടപ്പുറത്തുള്ള അയൽവാസിയായ ഒരു പാവം പെണ്ണുങ്ങളുടെ മോളെ കല്യാണം ഉണ്ട്. ഉപ്പയിലെ നേരത്തെ മരിച്ചതാണ്, നാട്ടുകാരെ സഹായിച്ചിട്ടാണ് കല്യാണം നടത്തുന്നത്. അതിന് പോവോ? അത് നീ പോയാ പോരെ, ഭാര്യനോട് ഒരു 500 കൊടുത്തേ, ഒന്നുമില്ല കാര്യമായിട്ട്, നല്ല 500 കൊടുത്തേ. അതന്നെ കിബർ എന്ന് പറഞ്ഞു. അതിന്റെ തിരിച്ചുള്ള വേർഷനും ഉണ്ട് കേട്ടോ. തിരിച്ചെന്ന് പറഞ്ഞാല് അൽ കൗകബു ഷാഹിക്ക് ഫിൽ ഫർഖി ബൈനൽ മുരീദി സ്വാദിഖി വഗൈരി സ്വാദിഖ് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട് ഷഹറാനി ഇമാമിന്. ഷഹറാനി ഇമാമിന് എന്ത് കിതാബാ ഇല്ലാത്തത്? എന്ത് കിതാബാ ഇല്ലാത്തത്? അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. ആ കിതാബിൽ പറയുന്നതാണ്, വദ്വാഉൽ മുരീദി അൽ ഉലമാ വൽ ഉമറാ ഇലാ വലീമത്തി ബൈത്തിഹി. ചില ആൾക്കാരെ ആലിമീങ്ങളെയും തങ്ങന്മാരെയും വലിയവരെയൊക്കെ നാട്ടിലെ വീട്ടിലെ സൽക്കാരത്തിന് ക്ഷണിക്കും. ആ ക്ഷണിക്കൽ കൊണ്ട് മൂപ്പരെ താല്പര്യം എന്താണ്? ജനങ്ങളെ മനസ്സിൽ വലിയ ആളാവണമെന്ന താല്പര്യം. എന്ന് പറഞ്ഞാൽ എൻ്റെ 4 മക്കളുടെയും നിക്കാഹ് ആണ് കഴിച്ചത്, പിന്നെ ഇന്നത്തെ മൗലിദിന് ഉച്ചക്ക് അവര് വരും, രാത്രി ഇവര് വരും. അങ്ങനെ ഉണ്ടാവില്ല, ഹൈ ലെവൽ ഡയലോഗ് അങ്ങനെ ഉണ്ടാവും. ചില ആൾക്കാർ ഈ ഗൾഫിലെല്ലാം നിന്നിട്ട് നാട്ടിലെത്തിയാൽ പറയുന്ന പ്രയോഗം ഭയങ്കര അദബുകേടുള്ള വർത്താനായിരിക്കും. അബുദാബിയിൽ അധികവും പേരോട് എൻ്റെ റൂമിൽ തന്നെയാണ് ഇക്കപ്പോഴും താമസിക്കൽ, പൊന്മുളവിനകത്ത് ഞാനല്ലേ വണ്ടി എടുത്തിട്ട് പോകുന്നത്. ആരെ കുറിച്ചാ പറയും നോക്കിയാള്? മല പോലുള്ള ആലിമീങ്ങളെ കുറിച്ച്. ആ കൊടലിന്റെ ഹുങ്കും 2 തക്കാഫുന്റെ കിബറുമാണത്. ആരെ ബോധിപ്പിക്കാനാ മക്കൾ ഇതൊക്കെ നമുക്ക് കൊടുക്കണത്? എന്താ ഈ വർത്താനത്തിന്റെ അദബുകേട് നോക്കിങ്ങള്? പൊന്മളയാ? ആരായി പൊന്മള ഉസ്താദ്? ആരാ പേരോട് ഉസ്താദ്? ആരെ കുറിച്ച് അങ്ങനെ പറയല്? നിങ്ങൾ അറിയോ? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? സിയർ അലാമിൻ നുബലയിൽ കാണാം. അബ്ബാസ് നിങ്ങൾക്ക് മനസ്സിലായി പ്രായം കൊണ്ട് വലുത് ആരാണെന്നാണ് ചോദിക്കണത്. പ്രായം കൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നല്ലേ നബി തങ്ങളെക്കാൾ മൂത്തത്. പക്ഷെ വലുത് എന്ന പ്രയോഗം ഉള്ളത് കൊണ്ട് അബ്ബാസ് തങ്ങളുടെ മറുപടി നോക്കണേ, നിങ്ങളാണോ വലുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? അബ്ബാസ് റളിയല്ലാഹു മറുപടി, ഹുവ അക്ബറു മിന്നി, മുത്തുനബിയാണ് എന്നേക്കാൾ വലുത്, വഉലിത്തു ഖബലഹു, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പ് ജനിച്ചേ ഉള്ളൂ. അത് നോക്കണ്ട. എന്താ വർത്താനം, എന്തൊരു അദബാ നോക്കി നിങ്ങള്. ഈ സക്കാഫി നിങ്ങളപ്പനെ പഠിച്ചതാ, എന്റെ കുറെ ജൂനിയറാണ്. എങ്ങനെയുണ്ട്? മദ് നീട്ടിയത് സൂപ്പറായിട്ടില്ലേ? എന്താ ആ നീട്ടലുകൊണ്ട് താല്പര്യം ഉണ്ടായത്? എന്താ അതിനെ കൊണ്ട് കാര്യം? എന്തിനാ അങ്ങനെയൊക്കെ നമ്മൾ ഒരാളെ ചെറുതാക്കേണ്ട ആവശ്യം?
ഷാറാനിമ പറയാ, ചിലരെ ആലിമീങ്ങളെയും വലിയോരൊക്കെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് നാട്ടുകാരെ മനസ്സിൽ വലിയ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനും അവരും ആ ഉസ്താദും തങ്ങളും വലിയ ബന്ധാണ്, എന്റെ എല്ലാ മക്കളുടെ നിക്കാഹ് അങ്ങനെയാണെന്നൊക്കെ പറയണേ. അങ്ങനെ ദുനിയാവിന് വേണ്ടി മഹാന്മാരെ സ്നേഹിക്കുന്നത് വദാലിക മിൻ അസ്ബാബിൽ ഹലാക്ക്, ഒരാൾ നശിച്ചു പോവാനുള്ള വഴി അതാണെന്ന് മഹാൻ എഴുതി വെക്കുന്നത് കാണാം. അങ്ങനെ ഒന്നും നമ്മളിൽ നിന്നുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൊണ്ടുവന്നത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. എന്തിന്? നബി എന്റെ വീട്ടിൽ വന്നിട്ട് ഒന്ന് നിസ്കരിച്ചു തരാവോ? എന്തിന്? ലി അൻ യതബറക ബിഹി, ബർക്കത്തെടുക്കാൻ. അതാ നമ്മളെ താല്പര്യം ഉണ്ടാണ്. ഒരു തങ്ങള്, ഒരു ഉസ്താദ് നമ്മളെ വീട്ടിൽ വന്നാല് കൂടെ ഒരു സെൽഫി എടുക്കാനല്ല, പിന്നെന്തേ എന്റെ വീട്ടിൽ എല്ലാ ആലിമീങ്ങളും വന്നിട്ടുണ്ട് നിങ്ങളും കൂടി ബാക്കിയുള്ളൂ എന്ന് പറയാനുമല്ല, പിന്നെന്താ ഉഖ്റവിയായ നേട്ടമാണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ടത്. ആഖിറത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം ദുനിയാവിന് വേണ്ടി ഒരാൾ ചെയ്താൽ അയാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ഖൽബ് മരിച്ചു പോകുമെന്ന് ഇതേ ഷെഹ്റാനി ഇമാം എന്നെ തംബീഹുൽ മുഖ്തരീനിൽ പറയുന്നുണ്ട്. അതിന് ഒരു ഉദാഹരണം പറഞ്ഞു. ഒരാള് എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, ഉസ്താദ് 50 ലക്ഷത്തിന്റെ സക്കാത്ത് എങ്ങനെ വരിക? 50 ലക്ഷത്തിന്റെ സക്കാത്ത് എന്തിനാ എനിക്കെന്തിനാ 50 ലക്ഷത്തിന്റെ സക്കാത്തൊക്കെ? എന്റെ ബിസിനസ്. എന്ത് ബിസിനസ്? ദുബായിലുള്ള 50 ലക്ഷത്തിന്റെ സക്കാത്തോ? ആ ഉസ്താദ് 2-3 കോടിന്റെ ബിസിനസ് ആണല്ലോ, നമ്മള് പാർട്ട്ണർമാരാണല്ലോ. ശരി, 50 ലക്ഷത്തിന്. അപ്പൊ അയാൾ എന്റെ അടുത്തേക്ക് വന്നതിനാ അയാളുടെ ആഹാരം സക്കാത്തൊക്കെ കൊടുത്തിട്ട് രക്ഷപ്പെടാൻ. ഞാൻ ചിന്തിക്കുന്ന ശരി 50 ലക്ഷം ഉണ്ടല്ലേ, ഇടക്കിടക്ക് കടം വാങ്ങാലോ. അയാൾ എന്നെ സമീപിച്ചത് ആഖിറം കിട്ടാൻ, ഞാൻ തിരിച്ചു വിചാരിക്കുന്നത് അയാളുടെ ദുനിയാവ് കിട്ടണം എന്നാണെങ്കിൽ ഹദ്ദാദ് ഇമാമിന്റെ ഹിക്മ പറയുന്നുണ്ട്, നമ്മുടെ ഉള്ളും പുറവും കെട്ട് നാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ ഖൽബിന് രോഗം വന്നു പോകരുത് എന്നതുകൊണ്ടാണ് ഇത്രയും ഞാൻ വിശദീകരിച്ചത്. അള്ളാഹു നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കട്ടെ. അങ്ങനെ പരസ്പരം നന്മകൾ ഉപദേശിക്കുന്ന കൂട്ടുകാരാണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന 7 ഉപദേശങ്ങൾ എണ്ണി പറഞ്ഞ് ജസ്റ്റ് ഒന്ന് അർത്ഥം വെച്ച് ഞാൻ അവസാനിപ്പിക്കാം. 1, അമറനി ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനുബി മിൻഹും. മോനെ അബൂദർറെ, മോന് പാവങ്ങളെ നന്നായി സ്നേഹിക്കണം. പാവങ്ങളോട് നല്ല അടുപ്പവും ഉണ്ടാവണം. പാവങ്ങളെ സ്നേഹിക്കുന്നത് ഖൽബ് നന്നാവാനുള്ള വഴിയാണ്. പാവങ്ങളെ പരിഗണിക്കാത്തവന്റെ ഇബാദത്ത് ആഖിറത്തിൽ എന്തായിരിക്കും? കണ്ടോ, സക്കാത്ത് കൊടുക്കാത്തവന്റെ നിസ്കാരം സ്വീകരിക്കുന്നതല്ല. കണ്ടോ നിങ്ങള്, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പാവങ്ങളെ നമ്മൾ നന്നായി പരിഗണിക്കണം. ഈ വിഷയത്തിൽ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾക്ക് ഒരു കിതാബുണ്ട്. അതിൽ പറയുന്നതാണ്, പാവങ്ങളെ പരിഗണിക്കുന്നവരുടെ ഖൽബ് ശുദ്ധിയുള്ള ഖൽബായിരിക്കും. എന്തുകൊണ്ട്? പാവങ്ങളെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് തിരിച്ചൊന്നും കിട്ടാനല്ല സ്നേഹിക്കുന്നത്, നമുക്ക് തന്നെ അറിയാലോ. കാരണം എന്തുകൊണ്ട്? പാവത്തിന്റെ അടുത്ത് എന്തുണ്ടായാലും അധികാരമില്ല, സമ്പത്തുമില്ല, ഒന്നുമില്ല. മഹാനായ സുൽത്താനുൽ ഉസ്താദ് ഇത്രയും യതീമക്കളെ സ്നേഹിച്ചതും ഇത്രയും മുത്തഅല്ലിമീങ്ങളെ സ്നേഹിച്ചതും അവരെ വലിയ പ്രതിഭകളാക്കിയത് ഉസ്താദിന് എന്തൊക്കെ തിരിച്ചു കിട്ടാനാ? എന്ത് കിട്ടാൻ? സൗദിയിൽ പ്രയാസപ്പെട്ട് റിയാദിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴും സമസ്ത പിളർന്ന് കല്ലേറും പ്രാതികൂല്യ സാഹചര്യങ്ങൾ നേരിടുമ്പോഴും തുർക്കിയ യത്തീങ്ങാനിലെ മുത്തഅല്ലിമീങ്ങൾക്കും യത്തീം കുട്ടികൾക്കും ഉസ്താദ് ബിരിയാണി തന്നെയാ കൊടുത്തത്. ഈ ലോകം മുഴുവനും കോളിളക്കമുണ്ടായിട്ടും വഴിയിൽ യാത്രാമധ്യേ എല്ലാ പ്രതിസന്ധിയും ഉണ്ടായിട്ടും പലപ്പോഴും പ്രതിസന്ധികളുടെ നൂലാമാലകൾ ചുറ്റുവട്ടത്തുണ്ടായിട്ടും തുർക്കിയ മക്കൾക്ക് യത്തീം കുട്ടികൾക്ക് ഒരു പ്രയാസം ഉസ്താദ് കൊടുത്തിട്ടില്ല. അന്ന് പഠിച്ച ആദ്യകാലത്തെ കുട്ടികൾ ഇപ്പോഴും പറയും, ഉസ്താദിനെ കണ്ടാൽ ഉസ്താദ് പറയും, അന്ന് നിങ്ങൾക്ക് ആ വെള്ള ഷർട്ടും വെള്ള പാൻറ്റിനുള്ള തുണി ഏറ്റവും മുന്തിയ തുണിയാണ് ഞാൻ അന്ന് വാങ്ങി തന്നത്. നിങ്ങൾക്ക് ഉപ്പില്ല എന്നുള്ളൊരു വിഷമം ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടില്ല. കല്ലേറ് പുറത്തുനിന്ന് വരുമ്പോഴും കൂക്കിവിളികൾ പുറത്തുനിന്ന് വരുമ്പോഴും ഉസ്താദ് മക്കളെ സ്നേഹിക്കുന്ന പോലെ അല്ല, കല്ലബി ഷഫീഖ്, ഒരു സ്നേഹനിധിയായ ഉപ്പയെ പോലെ യതീമക്കളെ പരിഗണിച്ചിട്ടുണ്ട്. അതാ
അതാണ് ഒന്നാമത്തെ ഉപദേശം. മോനെ അബൂദർറെ, പാവങ്ങളെ നന്നായി സ്നേഹിക്കണം. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേരെന്നെ അബുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉപ്പാന്നാണ്. സൈനബ് റളിയല്ലാഹു അൻഹയുടെ പേര് ഉമ്മുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉമ്മ എന്നാണ്. നമ്മളൊക്കെ പാവങ്ങളെ നന്നായി പരിഗണിക്കണം. പണക്കാരുടെ കൂടെ ജീവിച്ച് പാവങ്ങൾ അവഗണിക്കുമ്പോൾ നമ്മുടെ ഖൽബ് ചീത്തയാകും. അങ്ങനെ സംഭവിച്ചുകൂടെ. നമുക്ക് പാവങ്ങളോട് ഹുബ്ബുണ്ടാവണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പാവങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഏത് പാവുണ്ടെങ്കിലും അവിടെ പോയിട്ട് ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും. എല്ലാ ദിവസവും രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പാവങ്ങളായ അഹ്ലുസുഫത്തിൽപ്പെട്ട സ്വഹാബിമാര് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാതെ പള്ളിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരാറില്ല. ചില ഘട്ടങ്ങളിൽ പണക്കാരായ സ്വഹാബിമാരോട് ചോദിക്കും, എത്ര ആളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും? 2 പേരെ. എന്ന പേര് 2 ആള് വരി, 2 ആളെ കൊണ്ടുപോകും. മോനിക്ക് എത്ര ആളെ കൊണ്ടുപോകാൻ പറ്റും? 4 ആളെ കൊണ്ടുപോകാൻ പറ്റുമോ? 4 സുഫത്തിന്റെ മെമ്പർമാരെ വിളിക്കും, അവര് കൊണ്ടുപോകും. ഇത് കേട്ടപ്പോ സഅദ് ബിൻ ഉബാദത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു 83 ആളെ കൊണ്ടുപോയിക്കോളാം. വരി, 83 ആള്. കണ്ടോ, പണക്കാർക്ക് പണം കൊണ്ട് സ്വർഗവും പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റുകയും ചെയ്യുന്ന ഒരേ സമയത്ത് മൾട്ടി ലെവൽ വർക്കാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവങ്ങളെ കാണുമ്പോൾ അവിടത്തേക്ക് വേദനിക്കും. യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് അവിടുന്ന് 2 വിരൽ ഉയർത്തിയത് കൊണ്ടല്ലേ ലോകത്തെ മുഴുവൻ യതീംഖാനയിലെ മക്കൾക്കും ഡിലീഷ്യസ് ഫുഡ് കിട്ടണത് അല്ലേ? ലോകത്തെ എല്ലാ ആലിമീങ്ങൾക്കും സംഘാടകർക്കും തകാഫുലിന്റെ വഅള് പറയാൻ അവിടുന്ന് ഈ 2 വിരൽ ഉയർത്തിയ കണ്ടന്റ് അല്ലേ നമുക്ക് പറയാനുള്ളത്? അനാഥകളെ മുഴുവനും ഏറ്റവും മനോഹരമായ ലോകത്തേക്ക് എത്തിക്കുന്നു. കണ്ടോ, ഇതാണ് റിഫായി ശൈഖ് ഏറ്റെടുത്തത്. എവിടെ പാവങ്ങളുണ്ടെന്നറിഞ്ഞോ അവർക്ക് വസ്ത്രം എത്തിച്ചു കൊടുക്കും. എവിടെ രോഗിയുണ്ടെന്നറിഞ്ഞോ അവരുടെ വീട്ടിൽ ചെന്ന് അവരെ സന്ദർശിക്കും. അവരുടെ വീട്ടിൽ ചെന്ന് സന്ദർശിക്കൽ മാത്രമല്ല, ആ വീട്ടിൽ രോഗികൾ അഴിച്ചിട്ടിരിക്കുന്ന വസ്ത്രം മുഴുവനും അലക്കി കൊടുക്കും. ഈ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു തിരുറൗലയിൽ പോയിട്ട് പറയാ, ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുൻതു ഉർസിലുഹാ, അഹ്മദിന്റെ മനസ്സും ആത്മാവും എപ്പോഴും മദീനയിൽ തന്നെ നബിയെ. ഇന്നിതാ ഉടലോടെ വന്നിട്ടുണ്ട്, എനിക്കൊരു പൂതിയുണ്ട്, പറയട്ടെ, ആഗ്രഹമുണ്ട്, ഒന്ന് തങ്ങളുടെ മുന്നിൽ ചൊല്ലട്ടെ. ഫംദുദ് യമീനക്, തങ്ങളുടെ 2 കൈ ഈ അഹ്മദിനൊന്ന് നീട്ടിത്തരാവോ? എനിക്കും തങ്ങളുടെ കൈക്ക് മുത്തം തരാൻ ഒരു പൂതിയുണ്ട്, വല്ലാത്ത ആഗ്രഹമുണ്ട്. റൗലന്റെ വാതിൽ തുറന്നു, ആ കൈ അങ്ങ് നീണ്ടുവന്നു, തുരുതുരാ മുത്തം കൊടുത്തു. 500 പേര് ആ കറാമത്ത് അങ്ങ് കണ്ടു. ഈ അഹ്മദുൽ കബീറിന് എങ്ങനെയാ തങ്ങൾ കൈ നീട്ടിക്കൊടുക്കാതിരിക്കുക? പാവങ്ങളുടെ ഇഷ്ടത്തോഴനല്ലേ, യതീമക്കൾ കുപ്പയെ പോലെ ജീവിച്ച ആളല്ലേ. എന്തിന്? ഒരു പൂച്ചന്റെ ഉറക്ക് പോലും ശല്യപ്പെടുത്താതെ. ഒരു നായ കുഷ്ഠരോഗം പിടിച്ചു വന്നപ്പോൾ 40 ദിവസത്തേക്ക് ആ നായക്ക് വേണ്ടി ടെന്റ് കെട്ടി രാവിലെയും വൈകുന്നേരം അതിന് മരുന്ന് വെച്ചു കൊടുത്ത് 41ാമത്തെ ദിവസം ആ നായ രോഗമുക്തമായി തിരിച്ചു പോകുമ്പോ അൽഹംദുലില്ലാഹ്, അഹ്മദിന്റെ ജീവിതം മുതലായി എന്ന് ചിന്തിക്കുന്ന ഈ അഹ്മദ് മോന് മദീനയിലെത്തുമ്പോ എങ്ങനെയാ കൂട്ടുകാരെ ആ റൗള ഷരീഫിൽ നിന്ന് കൈ നീളാതിരിക്കുക? പച്ച മനുഷ്യരുടെ കൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. ജാടകൾ അവസാനിപ്പിക്കണം. ബിഹുബ്ബിൽ മസാകീൻ വദ്ദുനുബി മിൻഹും, പാവങ്ങളെ നന്നായി ഇഷ്ടപ്പെടണം. 2ാമത്തെ അവിടുത്തെ ഉപദേശം, അമറനി അൻ അൻളുറ ഇലാ മൻ ഹുവ തഹ്തി, മോനെ അബൂദർറെ, താഴെ ഉള്ളവരിലേക്ക് എപ്പോഴും നോക്കണം. വലാ അൻളുറ ഇലാ മൻ ഹുവ ഫൗഖി, മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. താഴെ ഉള്ളവരിലേക്ക് നോക്കിയാൽ ഉണ്ടാവുന്ന മെച്ചം ശുക്ർ ചെയ്യാനുള്ള ഖൽബുണ്ടാകും. മുട്ടുവേദനയുള്ള ഒരാൾ ചിന്തിക്കുക, കാലനില്ലാത്ത എത്ര ആളുണ്ട്, അപ്പോൾ പിന്നെ അയാൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. 800 ആൾട്ടോ ഓടിക്കുന്ന ഒരാൾക്ക് ചിന്ത, എന്തോ വലിയൊരു കാറൊന്നും വാങ്ങാൻ എനിക്ക് വകുപ്പില്ലാത്തത് എന്നല്ല ചിന്തിക്കേണ്ടത്. വെയിലത്ത് നടന്നു പോകുന്ന ബൈക്ക് പോലും വാങ്ങാൻ കഴിവില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ട് എന്നാലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ആരോഗ്യത്തിന്റെ വിഷയമാണെങ്കിലും സമ്പത്തിന്റെ വിഷയമാണെങ്കിലും നമ്മളെക്കാൾ താഴെ ഉള്ളവരിലേക്ക് നോക്കിയാൽ നമുക്ക് കിട്ടിയ നിഅമത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവും, തിരിച്ചറിയും. എന്ന് മാത്രമല്ല, നമുക്ക് ശുക്റിന്റെ ഖൽബുണ്ടാവും.
നന്ദി ചെയ്യാനുള്ള മനസ്സുണ്ടാവും. വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി, മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. വലിയ വലിയ ആജിക്കന്മാരുടെ കൂടെയും പണക്കാരുടെ കൂടെയും ജീവിച്ചാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ എപ്പോഴും ജാടുണ്ടാവും. നിങ്ങൾ കാണുന്നില്ലേ, വലിയ വലിയ ടീമിന്റെ PA, വലിയ വലിയ ടീമിന്റെ സർവന്റ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറബിയിൽ ഖാദിമെന്നായിരിക്കും, വേറെ തന്നെ ലെവല് വർത്താനായിരിക്കും അവരെ. അങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാവരുത്. ഒരു പാവമായിട്ട് ജീവിക്കണം, എപ്പോഴും പാവമായി ജീവിക്കണം. മുകളിലുള്ളവരിലേക്ക് നോക്കിയാലുള്ള പ്രശ്നം ആർത്തി ഉണ്ടാവും. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു ഫോൺ വാങ്ങി, ആകെ 3 മാസേ ആയിട്ടുള്ളൂ ഫോൺ വാങ്ങിയിട്ട്. ഒരു ഡാമേജും ഇല്ല. ഡാമേജ് ഇല്ലാന്ന് മാത്രമല്ല, അത്രയും ക്ലിയർ, ഇന്ന് ഉപയോഗിക്കുന്ന പോലെ, ഉപയോഗിക്കാൻ തുടങ്ങിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഉപ്പ ഗൾഫിൽ നിന്ന് വന്നത്. ഉപ്പയുടെ അറബി അല്ലെങ്കിൽ ബോസ് ഒരു പുതിയ ഐഫോൺ ഉപ്പയ്ക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പെട്ടി പൊളിക്കുന്ന സമയത്ത് ആ ഫോൺ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് വേറെ ആർക്കെങ്കിലും ഉപ്പ കൊടുക്കുന്നതായിരിക്കും എന്ന് കരുതി നെവർ മൈൻഡ് ചെയ്തു. പിറ്റേന്നും ആ ഫോൺ പെട്ടി പൊളിക്കാതെ മേശപ്പുറത്ത് കണ്ടപ്പോ ഉമ്മനോട്, അതാരതാ? അറിയില്ല മോനെ. ഉപ്പ ലുഹറസ്കരിച്ചു കഴിഞ്ഞിട്ട്, ഉപ്പ അതാരതാ? അത് ആരതൊന്നുമില്ല, എനിക്ക് ബോസ് തന്നതാണ്, എനിക്ക് ഫോൺ ആവശ്യമൊന്നുമില്ല, എനിക്ക് 5 മക്കളുണ്ടല്ലോ, 2 പുതിയാപ്പിളാറും ഉണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോട്ട് എന്ന് കരുതിയതാണ്. നമ്മളെ ഫോണാണെങ്കിൽ 3 മാസം മുന്നേ ഉപയോഗം തുടങ്ങിയ പുതിയ ഫോണാണ്. ഈ ഫോണാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും എടുക്കാന്ന് ഉപ്പ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കല്? ആർക്കും വേണ്ടെങ്കിൽ. ഇതിനാണ് ആർത്തി എന്ന് മലയാളത്തിൽ പറയുന്നത്. ഇതിനാണ് ആർത്തി. ബിരിയാണി, ചപ്പാത്തി, പൊറോട്ട, പത്തിരി, മന്തി എല്ലാം കഴിച്ച് എന്നിട്ടും ചോദിക്കൽ എന്താ? പുഡിംഗ് ഇല്ല, പുഡിംഗ് ഇല്ല, ഐസ്ക്രീം ഒന്നുമില്ല. ഇതിനെ ആർത്തിയുടെ വേറൊരു ആംഗിളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതല്ലാത്ത ആർത്തി ഉണ്ടാവും. നല്ല സുന്ദരിയായ ഭാര്യ ഉണ്ടാവും, എന്നാലും +2 പെമ്പിള്ളേർ പോകുമ്പോ നോക്കും. എന്നാൽ അതിലൊരു പെണ്ണിന് ഇയാൾക്ക് കെട്ടിച്ചു കൊടുത്ത് മസനാന്നുണ്ടല്ലോ ഖുർആനില്, എന്നാലും ഡിഗ്രി പെമ്പിള്ളേർ കോളേജ് വിട്ടിട്ട് പോകുമ്പോ നോക്കും. അങ്ങനെ തന്നെ ആർത്തിയോട് ആർത്തി എത്ര കിട്ടിയാൽ. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കണത്? വലിയ ടീമിന്റെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആർത്തി ഉണ്ടാവും. അങ്ങനെ നോക്കരുതേ, മുകളിലുള്ളവരെ നോക്കരുതേ എന്ന്. താഴെയുള്ളവരിലേക്ക് നോക്കണം. ഏത് വിഷയത്തിൽ? ദുനിയാവിന്റെ വിഷയത്തിലാണ് താഴെയുള്ളവരിലേക്ക് നോക്കണം എന്ന് പറയുന്നത്. ആഖിറത്തിന്റെ വിഷയത്തിൽ എപ്പോഴും മുകളിലുള്ളവരിലേക്ക് തന്നെ നോക്കണം. ആ ഉസ്താദിന്റെ ഇബാദത്തുണ്ടോ? ആ അജിക്കൽ എത്ര വിത്ത് നിസ്കരിക്കണത്? ഇപ്പോഴും ഡെയിലി വിത്ത് 11 നിസ്കരിക്കുന്ന നല്ല പ്രവർത്തകരുണ്ട്. എല്ലാ മാസവും ഒരു ഖത്ം ഓതി തീർക്കുന്ന SOS കാരനെ എനിക്ക് പരിചയമുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ശരിയല്ലേ? അങ്ങനെ ചിന്തിക്കേണ്ടത്. ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും താഴെ നോക്കാൻ പാടില്ല. ഉമ്മ ഈ കുട്ടിനോട് പറഞ്ഞ്, എന്താണ് നീ വലിയ സംഭവമായിട്ട് ഇങ്ങനെ സുബിയെ കളാക്കുന്നത്? കളായിട്ടൊന്നുമില്ല. കളായിട്ടില്ലാന്നോ? 6:48 നീ നിസ്കരിച്ചത്? അതെ. പിന്നെന്താ കളായിട്ടില്ല എന്ന് പറയും? 6:50 കളായില്, 6:48 ഞാൻ നിസ്കരിച്ചത്. യാ റബ്ബേ. പിന്നെ ഇവന്റെ ഭാഗം ഒരു മാസ് ഡയലോഗും. ഉമ്മ ഒന്ന് പുറത്തിറങ്ങി നോക്ക്, നമ്മുടെ സുഹൃത്തുക്കളായ ക്യാമ്പസിലെ കുട്ടികൾ നിസ്കരിക്കലൊന്നുമില്ല, ഞാൻ പിന്നെ നിസ്കരിക്കെങ്കിലും ഉണ്ടല്ലോ. എങ്ങനെയുണ്ട്? ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും താഴേക്ക് നോക്കാൻ പാടില്ല, അത് മുകളിലേക്ക് തന്നെ നോക്കണം. 3ാമത്തെ ഉപദേശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3ാമത്തെ ഉപദേശം, അമറനി അൻ അസ്ല റഹിമ വ ഇൻ അദ്ബറത്. നിന്നോട് എത്ര ബന്ധം മുറിച്ചാലും നീ കുടുംബത്തോട് നല്ല ബന്ധം ചേർക്കുന്ന ആളാവണം. മൂത്തമ്മാനോടും ഇളയമാനോടും മൂത്താപ്പനോടും ഇളയപ്പാനോടൊക്കെ നല്ല ബന്ധം ഉണ്ടാവണം. ഉപ്പാന്റെ അതേ സ്ഥാനമാണ് ഉപ്പാന്റെ ജ്യേഷ്ഠൻ അനുജന്മാർക്കൊക്കെ. ഉപ്പാനെ പരിഗണിക്കണ പോലെ അവരെയും പരിഗണിക്കണം, സ്നേഹിക്കണം. മൂത്താപ്പ എന്തിനാണ് നമ്മളെ കല്യാണ വിഷയത്തിലൊക്കെ ഇടപെടുന്നു? അയാൾ ഫണ്ടൊന്നും തരുന്നില്ലല്ലോ, ഭയങ്കര അഭിപ്രായമാണല്ലോ അവർക്ക്. ഇങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാവരുത്. നിന്റെ പിന്നെ കയ്യിലെ കൗണ്ടർ കൊണ്ട് എന്ത് കാര്യം ഉണ്ടാവാനാ? കുടുംബ ബന്ധം മുറിച്ചവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. അത് ബറാത്തിലാവല്ല, ലൈലത്തുൽ ഖദറല്ല, ഏത് നല്ല കാലത്താണെങ്കിലും ഇന്നല്ലാഹ ലാ യർഹമു ഖൗമൻ ഫീഹിം ഖാതിഉ റഹീം. കുടുംബ ബന്ധം മുറിച്ചവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അവൻ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ തന്നെ ദുആ സ്വീകരിക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര പ്രശ്നമായേക്ക്. ഏത് ലൈലത്തുൽ ഖദർ ആയാലും അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല.